ലോക ക്രിക്കറ്റിലെ ഏതു വമ്പന്മാരെയും മുട്ടുകുത്തിക്കാൻ സാധിക്കുന്ന ബോളിംഗ് നിരയാണ് നിലവിൽ ഇന്ത്യൻ ടീമിനുള്ളത്. എന്നാൽ ഈ ഇന്ത്യൻ ടീമിനെ മുട്ടുകുത്തിച്ച ഒരു വമ്പന്റെ കഥയാണിത്. ഓസ്ട്രേലിയയുടെ സൂപ്പർ താരം ട്രാവിസ് ഹെഡിനെ പറ്റിയാണ് പറയുന്നത്. ഇന്ത്യൻ ബോളർമാർക്കുമേൽ താണ്ഡവമാടുന്ന ഹെഡ് എങ്ങനെയാണ് ഓസ്ട്രേലിയൻ ടീമിലേക്ക് എത്തിയത് എന്ന് നോക്കാം. 1993 ഡിസംബർ 29 ദക്ഷിണ ഓസ്ട്രേലിയയിൽ ജനിച്ച ഹെഡ് തന്റെ കോളേജ് കാലം മുതൽ ക്രിക്കറ്റിൽ സജീവമായിരുന്നു. ക്രൈഗെമാർ ക്രിക്കറ്റ് ക്ലബ്, ട്രിനിറ്റി കോളേജ് ക്ലബ് എന്നിവയ്ക്ക് വേണ്ടി നിരന്തരമായി ഹെഡ് കളിക്കുകയുണ്ടായി. ശേഷം അണ്ടർ 17, അണ്ടർ 19 ലെവലിൽ സൗത്ത് ഓസ്ട്രേലിയയെ പ്രതിനിധീകരിക്കാനും ഈ താരത്തിന് സാധിച്ചിരുന്നു. ശേഷം സൗത്ത് ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി തന്റെ 18-ാം വയസ്സിൽ ഫസ്റ്റ് ക്ലാസ് മത്സരത്തിൽ അരങ്ങേറ്റം നടത്താൻ ഈ താരത്തിന് സാധിച്ചു. തന്റെ ആദ്യ മത്സരങ്ങളിൽ തന്നെ ഉള്ളിലുള്ള തീ പുറത്തെടുക്കാൻ ഹെഡിന് സാധിച്ചിരുന്നു. സൗത്ത് ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി കളിച്ച ആദ്യ 3 മത്സരങ്ങൾക്കുള്ളിൽ തന്നെ തന്റെ ആദ്യ അർദ്ധ സെഞ്ചുറി താരം സ്വന്തമാക്കി. തൊട്ടു പിന്നാലെ അടുത്ത മത്സരത്തിൽ 90 റൺസ് സ്വന്തമാക്കിയതോടെ ഹെഡ് ഒരു ചർച്ചാ വിഷയമായി മാറുകയായിരുന്നു. ശേഷം ഓസ്ട്രേലിയൻ ദേശീയ ടീമിന്റെ അണ്ടർ 19 ലെവലിലെ നിറസാന്നിധ്യമായി ഹെഡ് മാറി. 2012 അണ്ടർ 19 ക്രിക്കറ്റ് ലോകകപ്പിൽ ഓസ്ട്രേലിയൻ ടീമിനെ പ്രതിനിധീകരിക്കാനും മികച്ച പ്രകടനം കാഴ്ചവെക്കാനും താരത്തിന് സാധിച്ചിരുന്നു. ടൂർണമെന്റിൽ ബാറ്റിംഗിലും ബോളിംഗിലും ഒരേപോലെ മികവ് പുലർത്തിയാണ് ഹെഡ് എന്ന ശക്തി ഉയർന്നു വന്നത്. എന്നാൽ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ മധ്യനിരയിൽ മാത്രമായി ഹെഡ് ഒതുക്കപ്പെട്ടിരുന്നു. 2012-2013 സീസണിൽ സൗത്ത് ഓസ്ട്രേലിയയുടെ മധ്യനിര കളിക്കാരൻ മാത്രമായി ഹെഡ് മാറി. പക്ഷേ ഈ സമയത്തും ടീമിനായി മികച്ച പ്രകടനം ഹെഡ് കാഴ്ചവെച്ചിരുന്നു. പിന്നീട് ബിഗ് ബാഷ് ലീഗിലേക്ക് ഹെഡിന്റെ ഒരു വമ്പൻ കടന്നുവരവാണ് കാണാൻ സാധിച്ചത്. ഓസ്ട്രേലിയൻ ആഭ്യന്തര ക്രിക്കറ്റിൽ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ ബിഗ് ബാഷ് ഹെഡിനെ സഹായിച്ചു. പിന്നാലെ 2016 ഹെഡ് തന്റെ ദേശീയ അരങ്ങേറ്റങ്ങൾ കുറിച്ചു. 2016 ജനുവരിയിൽ ഇന്ത്യക്കെതിരായ ഓസ്ട്രേലിയയുടെ പരമ്പരയിലാണ് ഹെഡ് തന്റെ ആദ്യ 2020 മത്സരം കളിച്ചത്. ശേഷം ആ വർഷം ജൂണിൽ തന്നെ വിൻഡീസിനെതിരെ ഏകദിന മത്സരം കളിക്കാനും ഹെഡിന് സാധിച്ചു. പിന്നീട് 2 വർഷങ്ങൾക്കിപ്പുറമാണ് ഹെഡ് ഓസ്ട്രേലിയൻ ടീമിന്റെ വെള്ളക്കുപ്പായം അണിയാൻ ആരംഭിച്ചത്. ആദ്യ മത്സരങ്ങളിൽ സ്ഥിരതയാർന്ന പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ സാധിച്ചില്ലെങ്കിലും പതിയെ ഹെഡ് എതിർ ടീമുകൾക്ക് ഭീഷണി സൃഷ്ടിക്കുകയായിരുന്നു. ഹെഡിന്റെ ഭീഷണി ആദ്യമായി ഇന്ത്യ അറിഞ്ഞത് 2023 ഏകദിന ലോകകപ്പിന്റെ ഫൈനലിലാണ്. 12 വർഷങ്ങൾക്ക് ശേഷം ഏകദിന ലോകകപ്പ് പ്രതീക്ഷിച്ച് മൈതാനത്തിറങ്ങിയ രോഹിത് ശർമ്മയെയും കൂട്ടുകാരെയും പൂർണ്ണമായും പൂട്ടിക്കെട്ടാൻ ഹെഡിന് ഫൈനൽ മത്സരത്തിൽ സാധിച്ചു. ശേഷം ബോർഡർ ഗവാസ്കർ ട്രോഫിയിലേക്ക് വന്നപ്പോഴും ഹെഡിന് യാതൊരു മാറ്റവുമില്ല. പരമ്പരയിലെ ആദ്യ മത്സരത്തിന്റെ ആദ്യ ഇന്നിംഗ്സിൽ 11 റൺസിന് ഹെഡ് കൂടാരം കയറി. എന്നാൽ രണ്ടാം ഇന്നിംഗ്സിൽ ഒരു വെടിക്കെട്ട് അർദ്ധ സെഞ്ചുറി നേടി ഹെഡ് തന്റെ തിരിച്ചുവരവ് അറിയിച്ചു. ശേഷം രണ്ടാം മത്സരത്തിൽ 140 റൺസും 3-ാം മത്സരത്തിൽ 152 റൺസും നേടി ഇന്ത്യൻ ബോളിംഗിന്റെ അടിവേരറുക്കുകയായിരുന്നു ഈ സൗത്ത് ഓസ്ട്രേലിയക്കാരൻ. നിലവിൽ ഇന്ത്യൻ ടീമിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം ഹെഡിനെ പിടിച്ചുകെട്ടുക എന്നുള്ളതാണ്. ആദ്യ ബോൾ മുതൽ ആക്രമണം അഴിച്ചുവിടാൻ ശേഷിയുള്ള ഹെഡിനെ പിടിച്ചുകെട്ടാൻ സാധിച്ചാൽ ബോർഡർ ഗവാസ്കർ ട്രോഫി സ്വന്തമാക്കാനും കഴിയുമെന്നാണ് ഇന്ത്യൻ ടീമിന്റെ വിശ്വാസം. കൂടുതൽ സ്പോർട്സ് വാർത്തകൾക്കും അപ്ഡേറ്റ്സിനും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്.